ഏകോപന സമിതി സംസ്ഥാന ജില്ലാ കമ്മിറ്റി യോഗം നടന്നു. സംസ്ഥാന പ്രസിഡന്റ് ശങ്കരൻ വരവൂരിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. ഉപഭോക്തൃ കർഷക ഏകോപന സമിതി സംസ്ഥാന ജില്ലാ ഭാരവാഹികളുടെ യോഗം ട്രെയിൻമെയിൻസ് ഹാളിൽ വെച്ച് നടന്നു. കർഷകരും ഉപഭോക്താക്കളും ഇന്നും ചൂഷണങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന സമയത്ത് സംഘടിത ശക്തികളുടെ അമിതാവകാശങ്ങൾക്ക് മുൻപിൽ അവഗണിക്കപ്പെട്ടു. ലോക ജനാധിപത്യ സംസ്കാരത്തിന്റെ തന്നെ ഉരക്കല്ലായ ഉപഭോക്താക്കളും രാജ്യത്തിന്റെ നട്ടെല്ലുമായ കർഷകരും ഇന്ന് വംശനാശത്തിന്റെയും ആത്മഹത്യകളുടെയും നടുവിൽപ്പെട്ടു നട്ടം തിരിയുന്നു. സ്വയം രക്ഷയ്ക്കും പരിമിതമായ അവകാശങ്ങൾക്ക് വേണ്ടി ഈ വിഭാഗത്തെ രക്ഷിക്കേണ്ടതുണ്ട്. കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്നതിനാൽ കക്ഷിരാഷ്ട്രീയ ജാതിമത വർഗഭേദമന്യേ കർഷകർക്കും ഉപഭോക്താക്കൾക്കും സ്വയം പര്യാപ്തതയ്ക്കായി പരസ്പരം കൈകോർക്കുന്നു. സമൂഹത്തിൽ നടക്കുന്ന അഴിമതികളെ ഒറ്റക്കെട്ടായി എതിർക്കുന്നതിനും സർക്കാർ തലങ്ങളിൽ അറിയിക്കുന്നതിനുമായി ഉപഭോക്തൃ കർഷക ഏകോപന സമിതി എന്നൊരു പ്രസ്ഥാനം സംസ്ഥാനം മുഴുവൻ പ്രവർത്തന മേഖലയായിരിക്കുവാൻ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നു. ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് ശങ്കരൻ വരവൂർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ജേക്കബ് പുതുശ്ശേരി, ജനറൽ സെക്രട്ടറി രാധാകൃഷ്ണൻ ചെമ്പുക്കാവ്, സംസ്ഥാന ജില്ലാ ഭാരവാഹികളായ മണികണ്ഠൻ അരിമ്പൂർ, കനകപ്പള്ളി ഗോപിനാഥൻ, അനിൽകുമാർ ചെറുതുരുത്തി, രാമു ചാത്തനാത്ത്, കെ എം ജമീല, ചന്ദ്രൻ വി, സ്വപ്ന സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മൾ കാനഡയിൽ കന്നുകാലികൾക്ക് മാത്രം ഉപയോഗിക്കുന്ന ഡൺ പീസ് എന്ന സാധനം 16 ലക്ഷം ടണ്ണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്തു. കാരണം പരിപ്പിൻ്റെ ക്രോപ്പ് നമ്മൾ നോക്കുമ്പോൾ കുറവാകും. അത്രയും ബാലൻസ് ചെയ്യണമെങ്കിൽ ഒരു സംവിധാനം വേണം. അപ്പോൾ അത്തരം എക്സ്പോർട്ട് ഇമ്പോർട്ടുകൾ ഇവിടുത്തെ ജനസംഖ്യയുടെ ഭക്ഷണക്രമത്തെ വെച്ചാൽ അതാത് കേന്ദ്ര ഗവൺമെൻറ് നിശ്ചയിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ സാങ്കേതികമായിട്ട് നമുക്ക് ചോദ്യം ചെയ്യപ്പെടാൻ ഒരു കാര്യമില്ല. കാരണം അത് കുറവ് വന്നാൽ നമ്മൾ തിരിച്ചാണ് ചോദിക്കുക. കുറവ് വന്നാൽ നമ്മൾ ചോദിക്കുക എന്തുകൊണ്ട് എനിക്ക് കിട്ടിയില്ല, ഞാൻ റേഷൻ പോയി കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ ഇവിടെ പോയി കിട്ടിയില്ല. നാച്ചുറലായിട്ടും കൂടെ അരിക്കൊരു ഷോർട്ടേജ് വരികയാണെന്ന് ഇരിക്കുക. സ്വാഭാവികമായിട്ടും അത് ഈ ഭരിക്കുന്ന ലോക്കൽ സെൽഫ് ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് ഇത് നീളും. അപ്പോൾ അതില്ലാതിരിക്കാൻ ഏത് ഗവൺമെൻറ് ഇരിക്കുമ്പോഴും ഒരു 3 സീസണിലേക്കുള്ള ഭക്ഷ്യധാന്യങ്ങളുടെ ഒരു സ്റ്റോറി അത് കുറവ് വരുമ്പോൾ ഇമ്പോർട്ട് ചെയ്യും, കൂടുതൽ വരുമ്പോൾ എക്സ്പോർട്ട് ചെയ്യും. ആ പോളിസി ഡിസൈഡ് ചെയ്യുന്ന അതിൻ്റെ ബേസിലാണ്. അപ്പോൾ ഇത്തരം എൻ്റെ അഭിപ്രായത്തിൽ ഇത്തരം പോസ്റ്റുകളിലൊന്നും യാതൊരു വസ്തുതകളില്ല. ഇപ്പം ഈ പാലിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ കേരളത്തിൽ എത്രയോ പാല് നമ്മളുടെ ഇവിടെ ഉത്പാദിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ എത്രയോ ഇരട്ടി ആവശ്യമുണ്ട്. എന്തുകൊണ്ട് നമുക്കിത് ബാലൻസ് ചെയ്യാൻ കഴിഞ്ഞാൽ എത്ര അപ്പം ബാലൻസ് ചെയ്യാൻ പറ്റില്ലെന്ന് ബോധ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ അത് ഉണ്ടാക്കേണ്ടത് ഉത്തരവാദിത്വം ഭരണകർത്താക്കളുടെയാണ്, ആരായാലും XYZ. അപ്പോൾ അതിന് ഇപ്പോൾ FCI ചെയ്യുന്നുണ്ട്. ഈ കൊല്ലം 1.5 ലക്ഷം ടണ്ണ് അരി ഓപ്പൺ കോട്ടയിൽ വിൽക്കുക. എന്താ വെച്ചാൽ 3 സീസണുള്ള ഭക്ഷണ സാധനം ശേഖരിച്ചിട്ട് ബാക്കിയുള്ളത് വിൽക്കും. നേരെ മറിച്ച് ഇവിടെ ഇല്ലെങ്കിൽ പുറത്തുനിന്ന് വരുത്തണം. ഈ പറഞ്ഞ പോസ്റ്റ് ഇടുന്ന ആൾ വേറൊരു ഭാഗം കൂടി ചെയ്യും. നാളെ എന്തുകൊണ്ട് കൂടി ഇല്ല എന്നുള്ള ചോദ്യം വരുമ്പോൾ അതിനും മറുപടി പറയാം. അദ്ദേഹത്തിന് അത്ര അറിവുള്ളൂ. കാരണം അതെ, വേറെ കാര്യമുണ്ട്. നമ്മളവിടെ ഇപ്പോൾ സ്വർണ്ണത്തെ കുറിച്ച് ചോദിച്ചാൽ എനിക്ക് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അതിനെ കുറിച്ച് നമുക്ക് അറിയാം. ഇങ്ങനെ തിരിച്ച് ചോദിക്കുന്ന ഒരു പോസ്റ്റ് വരുന്നുണ്ട്, നമുക്കറിയാം അദ്ദേഹത്തിന് എത്ര അറിവുണ്ടെന്നുള്ളത്. അല്ല, പാലൊക്കെ വളരെ ഷോർട്ടേജ് ഉള്ള ഒരു